പറയൂ. ഓക്കെ. ഇപ്പോൾ നമുക്കൊപ്പം ഹൈക്കോടതി അഭിഭാഷകൻ ജഹാംഗീർ പാറയിൽ ചേരുന്നുണ്ട്. നമസ്കാരം ശ്രീ ജഹാംഗീർ പാറയിൽ, ഏഷ്യാനെറ്റ് റേഡിയോയിലേക്ക് സ്വാഗതം. നമസ്കാരം അരുൺ, പറയൂ. 2007 നമ്മുടെ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നത് 500 റേപ്പ് കേസുകളാണ്. 2016 നമ്മൾ നോക്കുമ്പോൾ അത് 1644 എത്തിയിട്ടുണ്ട്. പീഡന കേസുകളുടെ എണ്ണം 2007 2604 ആയിരുന്നുവെങ്കിൽ 10 വർഷത്തിനിപ്പോൾ ആ കണക്ക് 4035 എത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള തട്ടിക്കൊണ്ടുപോകൽ, സ്ത്രീധന പീഡനം തുടങ്ങിയ കേസുകളിലെല്ലാം വലിയ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. എവിടെയാണ് നമുക്ക് പിഴയ്ക്കുന്നത്? നമ്മുടെ നിയമ സംവിധാനത്തിലുള്ള പ്രശ്നമാണോ, അല്ലെങ്കിൽ നമ്മുടെ ബോധം, സാമൂഹിക ബോധത്തിലുള്ള പ്രശ്നമാണോ? അരുൺ പറഞ്ഞ ഡാറ്റ വളരെ കറക്റ്റാണ്. ഒരു ലേഖനം എഴുതുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനും ഇത് തെരഞ്ഞ സമയത്ത്, അല്ലെങ്കിൽ ഇത് പഠിച്ച സമയത്ത് ഈ ഒരു ഡാറ്റ എൻ്റെ കൈവശവും കിട്ടിയതാണ്. പക്ഷെ അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന, ഞാൻ ഇതിനു മുമ്പ് അരുണുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചാനൽ ചർച്ചയിൽ തന്നെ ഞാൻ പറഞ്ഞതാണ്, റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന, പോലീസ് സ്റ്റേഷനിലെത്തുന്ന, കോടതിയിലെത്തുന്ന കേസുകളുടെ നമ്പർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ പെൺകുട്ടികൾ, സ്ത്രീകളൊക്കെ തന്നെ നിയമ സംവിധാനത്തെ സമീപിക്കുന്ന, പീനൽ നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഭരണകൂട സ്ഥാപനങ്ങളെ, കോടതി അടക്കമുള്ള, പോലീസ് സ്റ്റേഷൻ അടക്കമുള്ള സ്ഥാപനങ്ങളെ സമീപിക്കുന്നതിനകത്തുള്ള നമ്പർ കൂടിയിട്ടുണ്ട് എന്നുള്ളതോട് നമ്മൾ കാണേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട് ക്രൈം റേറ്റ് കൂടിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തെ ഞാൻ വിസ്മരിക്കുന്നില്ല, അത് സത്യസന്ധമാണ്. അത് മറ്റെല്ലാ നിലയിലുമുള്ള നമ്മുടെ സോഷ്യൽ ഈവൽസ്, സാമൂഹ്യ അനീതികൾ, സാമൂഹ്യ പൈശാചികതകൾ കൂടുന്നതിനനുസരിച്ച് റേപ്പുകൾ, സ്ത്രീകൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങളൊക്കെ തന്നെ വർദ്ധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം വസ്തുതയാണ്. അത് കേരളത്തിൽ മാത്രമല്ല, നമ്മുടെ രാജ്യത്തുടനീളം അത്തരമൊരു ടെൻഡൻസി ഉണ്ട്, ലോകത്താകമാനം അത്തരമൊരു ടെൻഡൻസി ഉണ്ട് എന്ന് പറയുന്നതാണ് കുറെ കൂടി ശരി എന്ന് എനിക്ക് തോന്നുന്നു. കേസുകൾ വർദ്ധിക്കുമ്പോൾ, ഒരു ഭാഗത്ത് ഇത്തരത്തിൽ റേപ്പ് കേസുകൾ വർദ്ധിക്കുമ്പോൾ തന്നെയാണ് മറുഭാഗത്ത് സദാചാര സംരക്ഷകരായി ഒരു വിഭാഗം ആളുകൾ ഉയർന്നു വരുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം, ഒരു അന്തരം, ഒരു ഇരട്ടത്താപ്പ്, അത് കൃത്യമായി വിശകലനം ചെയ്യേണ്ടതല്ലേ, ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ? അല്ല, സദാചാര സംരക്ഷണം എന്നൊക്കെ പറയുന്നത് വലിയൊരു കോമഡിയാണ്. എന്റെ നാട്ടില്, ഞാൻ ജീവിക്കുന്ന ജില്ലയായിട്ടുള്ള മലപ്പുറം ജില്ലയിലെ മങ്കട എന്ന് പറയുന്ന സ്ഥലത്ത് ഏകദേശം 2-3 മാസങ്ങൾക്ക് മുമ്പ് ഒരു യുവാവ് ഈ പറയുന്ന രൂപത്തിൽ വിധവയായിട്ടുള്ള ഒരു സ്ത്രീയുടെ വീട്ടിൽ വെച്ച് രാത്രി ആക്രമിക്കപ്പെട്ട് കൊല്ലപ്പെടുകയുണ്ടായി. അവിടെ വെച്ച് ആ നാട്ടുകാരിൽ ഒരുത്തൻ ആ സ്ത്രീയോട് ചോദിച്ച ചോദ്യമാണ് സദാചാരം എന്നുള്ള വാക്കിന് ഏറ്റവും അനുഗുണമായിട്ടുള്ള ഒരു ഡെഫിനിഷൻ, നിർവചനം എന്ന് എനിക്ക് തോന്നുന്നു. അയാൾ ചോദിച്ചത്, ഞങ്ങളൊക്കെ ഇവിടെ നാട്ടിലുണ്ടായിട്ടും അന്യനാട്ടുകാരനായ ഇവനെ മാത്രമേ നിനക്ക് കിട്ടിയുള്ളൂ എന്ന് ചോദിച്ചാൽ. അപ്പോൾ സദാചാരം എന്നുള്ള വാക്കിന് അത്രമാത്രമേ ഡെഫിനിഷൻ ഉള്ളൂ. എന്ന് വെച്ചാൽ എനിക്ക് കിട്ടാത്തത്, എനിക്ക് ലഭ്യമാകാത്തത് മറ്റൊരു പുരുഷനും കിട്ടേണ്ടതില്ല എന്നുള്ളതാണ് സദാചാരം എന്ന് പറയുന്ന ഏറ്റവും കുലീനമായിട്ടുള്ള മാനുഷികതയുടെയും മനുഷ്യജീവിതത്തിന്റെയും അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്നതുമായിട്ടൊരു വാക്കിനെ ഞാൻ ഇകഴ്ത്തി കാണുകയോ അതിന് ഏറ്റവും നെഗറ്റീവായിട്ടുള്ള ഡെഫിനിഷൻ കൊടുക്കുകയോ ചെയ്യുകയല്ല ചെയ്യുന്നത്. മറിച്ച് സെക്ഷൽ ജലസി, ലൈംഗിക അസൂയ എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ ടേമുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ കാലത്തെ, അല്ലെങ്കിൽ പുതിയ കാലത്തെ 2016-17 ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കാലത്തെ പോലീസുകാർക്കിടയിൽ പോലുമുള്ള സെക്ഷൽ ജലസി, ലൈംഗിക അസൂയയുടെ ഭാഗമായിട്ടാണ് സദാചാരം അല്ലെങ്കിൽ സദാചാര പോലീസ് എന്നുള്ള വാക്കിനെ നമ്മൾ നിർവചിക്കേണ്ടത്, അതിനെ വ്യാഖ്യാനിക്കേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ വടക്കാഞ്ചേരി പീഡന കേസുമായി ബന്ധപ്പെട്ട് ഇരയുടെ വെളിപ്പെടുത്തലിൽ നമ്മൾ കൃത്യമായി കണ്ടതാണ്. നമ്മുടെ നിയമ സംവിധാനത്തിൽ ഇത്തരത്തിൽ പോലീസിന്റെ തന്നെ ഇത്തരത്തിൽ ഇരകളെ കൂടുതൽ കുത്തിനോവിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന അവർക്ക് നീതി ഒരു കാലത്തിൽ ലഭ്യമാകില്ല എന്നും, പിന്നെ ഇത്തരത്തിൽ നിയമ സംവിധാനത്തെ സമീപിക്കാൻ മടിക്കുന്ന രീതിയിലും ഉള്ള പ്രവർത്തനങ്ങൾ, അതും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വർദ്ധിക്കാനുള്ള ഒരു പ്രേരക ഘടകം തന്നെയല്ലേ? അല്ല, വളരെ കൃത്യമായിട്ട് ഇത്തരം ലൈംഗികാതിക്രമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഇരകളെ എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അച്ഛനുറങ്ങാത്ത വീട് എന്ന് പറയുന്നൊരു സിനിമയുണ്ട്, സലിംകുമാർ നായകനായിട്ടുള്ള. നമ്മുടെ സൂര്യനെല്ലി പീഡനക്കഥയിലെ പെൺകുട്ടിയുടെ ജീവിത പശ്ചാത്തലവുമായിട്ട് ബന്ധപ്പെട്ട് നിർമ്മിക്കപ്പെട്ടൊരു സിനിമയാണ് അത് എന്നാണ് എന്റെ ബോധ്യം. ആ സിനിമയ്ക്കകത്തും അതിനുശേഷം ഈ പറയുന്ന, ഞാൻ എന്റെ ഒരു വ്യക്തിപരമായ അനുഭവം പങ്കുവച്ചാൽ, ഈ സൂര്യനെല്ലി പീഡനകഥയുമായിട്ട് ബന്ധപ്പെട്ട് കേരള ശബ്ദം എന്ന് പറയുന്ന മലയാളത്തിലൊരു മാഗസിനകത്ത് വന്ന ഫീച്ചറുകൾ വായിച്ച സമയത്ത് ഞാനൊരു വിദ്യാർത്ഥിയാണ്. അന്ന് ഞാൻ മനസ്സിലാക്കിയത്, ആ പെൺകുട്ടിയുടെ വീട് നിൽക്കുന്ന സ്ഥലത്തേക്ക് ടൂറിസ്റ്റുകൾ, എന്ന് വെച്ചാൽ അവിടെ മറ്റേ സൂര്യനെല്ലി പ്രദേശത്തേക്ക് വരുന്ന ടൂറിസ്റ്റുകൾ ആ വീട് സന്ദർശിച്ച് പോകാറുണ്ടായിരുന്നുള്ളതാണ്. അപ്പം ഇരകളാക്കപ്പെടുന്ന മനുഷ്യരുടെ ദൈന്യമായിട്ടുള്ള അനുഭവത്തെയും
അവരുടെ ജീവിത സാഹചര്യത്തെയും അവർ പിന്നെ ജീവിക്കുന്ന വീട് നിലനിൽക്കുന്ന ഭൂമിശാസ്ത്രപരമായ പ്രദേശത്തെ പോലും ആസ്വദിച്ചു പോകുന്ന, അതിനകത്ത് ആനന്ദം കണ്ടെത്തുന്ന ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള സമീപനമുള്ള ഒരു സമൂഹമാണ് മലയാളികൾ എന്ന് പറയുന്നതിനകത്ത് എനിക്ക് യാതൊരു വിധത്തിലുള്ള മനസാക്ഷികത്വമില്ല. ആ ഒരു യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചുകൊണ്ടല്ലാതെ ഇപ്പം അരുണ് എന്നെ വിളിക്കാൻ ഉപോത്പലകമായിട്ടുള്ള പ്രേരകമായിട്ടുള്ള ഒരു സിനിമാ നടി ഉൾപ്പെട്ട കേസ് ഉൾപ്പെടെയുള്ള കാര്യത്തിനകത്ത് ഒരു ആസ്വാദകന്റെ മനസ്ഥിതിയിലാണ് നമ്മുടെ മാധ്യമങ്ങളും നമ്മുടെ പൗരന്മാരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അതിശയോക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ മാധ്യമങ്ങൾ ആ ഒരു കേസ് റിപ്പോർട്ട് ചെയ്ത് വളരെ കൃത്യമായിട്ട് ഒരു രതിവൈകൃതം ആസ്വദിക്കുന്ന വികലമായ മനോനിലയുള്ള ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ അത്തരം ആസ്വാദ്യതകൾ അടയാളപ്പെടുത്തുന്ന ഒരു സമൂഹത്തിന്റെ ടേസ്റ്റുകൾക്ക് ഒപ്പം നിൽക്കുന്ന രൂപത്തിലാണ് നമ്മുടെ മാധ്യമങ്ങൾ ആ കാര്യത്തെ അഡ്രസ് ചെയ്തിട്ടുള്ള നിലയ്ക്ക് സംശയമില്ല. പോലും ഇത്തരത്തിൽ താങ്കൾ പറഞ്ഞ ഒരു വിഭാഗത്തെ തൃപ്തിപ്പെടുത്താനുള്ള രീതിയിലേക്ക് ഭീകരമായ അവസ്ഥ തന്നെയാണ്. അല്ല, ഇതിനകത്തുള്ള ഭീകരത അതല്ല. ഇത്തരം ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ഇപ്പൊ തന്നെ ഇന്നത്തെ ദിവസം സോഷ്യൽ മീഡിയയിൽ ഏർപ്പെട്ടിരിക്കുന്ന സംവാദങ്ങൾക്കകത്ത് ചില പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ അനുഭവിക്കുന്ന ചില കൈപ്പേറിയ അനുഭവങ്ങളുണ്ട്. ആ സിനിമാ നടിയുടെ പേര് വെളിപ്പെടുത്തപ്പെട്ടത്, അവരുടെ അനുഭവങ്ങൾ വെളിപ്പെടുത്തപ്പെട്ടത്, അവർ വളരെ തന്റെ ഇടത്തോടെ അതിനെ നിയമപരമായിട്ട് നേരിടാൻ വേണ്ടി മുന്നോട്ട് പോകാൻ വേണ്ടി തയ്യാറായത്, അത്തരം കാര്യങ്ങളെ നമ്മൾ ബഹുമാനിക്കുന്ന മാധ്യമപ്രവർത്തകകളും അല്ലെങ്കിൽ നമ്മൾ സ്ത്രീപക്ഷവാദികളും സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പോരടിക്കുന്നവര് എന്നൊക്കെ തന്നെ നമ്മൾ വിശ്വസിക്കുന്ന മനുഷ്യരായിട്ടുള്ള സ്ത്രീകൾ പോലും ആ സ്ത്രീയുടെ പേര്, ആ സിനിമാ നടിയുടെ പേര് പൃഥ്വിരാജിനെ പോലുള്ള നടന്മാര് വെളിപ്പെടുത്തിയത്, എന്നെ പോലുള്ള സോഷ്യൽ മീഡിയയിലെ പിന്നെ ആളുകൾ ആ പേര് വെളിപ്പെടുത്തിയത്, അനൂപ് മേനോനെ പോലുള്ള നടന്മാർ വെളിപ്പെടുത്തിയത്, അതൊരു വലിയ ക്രൈമാണെന്നാണ് അവർ കാണുന്നത്. സത്യത്തിൽ അങ്ങനെയല്ല. ഈ ഇരകളാക്കപ്പെടുക, പീഡിപ്പിക്കപ്പെടുക, അത്തരം വാക്കുകൾ തന്നെ നമ്മുടെ പദാവലിയിൽ നിന്ന്, നമ്മുടെ രാഷ്ട്രീയ സംജ്ഞകളിൽ നിന്ന് മാറ്റേണ്ടതുണ്ട്. സത്യത്തിൽ ഇത്തരം കാര്യങ്ങളിൽ അപമാനിക്കപ്പെടുന്നത്, ഇത്തരം കാര്യങ്ങളിൽ അപമാനിക്കപ്പെടേണ്ടത് ഇതിനകത്തെ വേട്ടക്കാരാണ്, ഇരകളല്ല. നമ്മുടെ സാമൂഹ്യ ബോധവും പൊതുബോധവും മാധ്യമബോധവും ആ രൂപത്തിലേക്ക് പുനർനിശ്ചയിക്കേണ്ടതുണ്ട്. ഒരു പെൺകുട്ടി ആവട്ടെ, ഒരു സിനിമാ നടി ആവട്ടെ, ആരാവട്ടെ, ഒരു സ്ത്രീയെ ഒരു മാംസപിണ്ഡമായിട്ട് ശരീരമായിട്ട് കണ്ടെത്തിക്കൊണ്ട് ആക്രമിക്കപ്പെടുന്ന സമയത്ത് ആ പെൺകുട്ടിയുടെ, ആ നടിയുടെ, ആ വ്യക്തിയുടെ, ആ മനുഷ്യസ്ത്രീയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ വിമുഖത കാണിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് തയ്യാറാവുന്ന ഒരു സ്ത്രീയെ, ഒരു പെൺകുട്ടിയെ നമ്മൾ ഒറ്റപ്പെടുത്തി ആക്രമിക്കുകയോ അല്ല ചെയ്യേണ്ടത്. അതിനകത്തുള്ള വേട്ടക്കാരെയാണ് നമ്മൾ ഒറ്റപ്പെടുത്തേണ്ടത്. അപ്പൊ സമയമായി കഴിഞ്ഞ ശേഷം പോലീസുകാർ നടപടിയെടുക്കുന്നത്. ഇത്തരത്തിൽ ഉള്ള സംഭവങ്ങളിലെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് നമ്മുടെ പോലീസിന്റെ ബാധ്യതയല്ലേ? ആ ഒരു കാര്യത്തെങ്കിലും ഉറപ്പുവരുത്തേണ്ടത് നിയമ സംവിധാനവും ഇത്തരത്തിലുള്ള പോലീസ് സംവിധാനത്തിന്റെയും ഒരു ചെറിയ ബാധ്യതയായി കണക്കാക്കേണ്ടതില്ലേ നമ്മൾ? അല്ല, സ്ത്രീകൾക്കെതിരെ ഉള്ള കുറ്റകൃത്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പോലീസിന്റെ മറ്റെല്ലാ തരത്തിലുള്ള നിയമ ക്രമസമാധാന അശ്ലീലങ്ങളെ പോലെ തന്നെ ഒരു വലിയ അശ്ലീലമാണ് കേരള പോലീസിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗിക അതിക്രമങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഒരു പെൺകുട്ടിക്ക്, ഒരു സ്ത്രീക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പോലീസ് സ്റ്റേഷനെ സമീപിക്കാൻ വേണ്ടി കഴിയില്ല. നമുക്ക് ജനമൈത്രി പോലീസ് ഉണ്ട്, വനിതാ പോലീസ് ഉണ്ട്, ഏറ്റവും ഒടുവിലായിട്ട് പിങ്ക് പോലീസ് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മാത്രമായിട്ട് ചില പോലീസിംഗ് സേനയൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷെ സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഇത്തരം ഒരു പെണ്ണ് ഈ തരത്തിലുള്ള ലൈംഗിക പീഡനങ്ങളോ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള അട്രോസിറ്റീസോ അനുഭവിക്കപ്പെട്ടതിന് ശേഷം രണ്ടാമത് പീഡിപ്പിക്കപ്പെടുന്നത് നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന സമയത്താണ്. അപ്പോ നമ്മുടെ പോലീസ്, എനിക്കറിയാം നമ്മുടെ പോലീസുകാർക്കകത്ത് സദാചാര പോലീസുകാരുണ്ട്, ഇത്തരം ഉപദേശകരുണ്ട്, ഇത്തരം സെമിറ്റിക് മതങ്ങളുടെ നമ്മുടെ സ്ത്രീ പുരുഷ ബന്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ടോ ലൈംഗികതയുമായി ബന്ധപ്പെട്ടോ ഒക്കെയുള്ള തിട്ടൂരങ്ങൾ ക്ലാസ് എടുത്ത് കൊടുക്കുന്ന പോലീസുകാരെ, CIമാരെ, DYSPമാരെ, SP മാരെയൊക്കെ എനിക്ക് വ്യക്തിപരമായിട്ടറിയാം. വളരെ വളരെ രസകരമായ അനുഭവങ്ങൾ അത്തരം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്റെ സഹപ്രവർത്തകർക്ക്, കൂട്ടുകാരികൾക്കൊക്കെ ഉണ്ട്. ഞാനതിവിടെ സമയപരിമിതി മൂലം പങ്കുവെക്കുന്നില്ല. പക്ഷെ എങ്കിലും അത് വളരെ കൃത്യമായിട്ട് നമ്മളെ നിയമ സംവിധാനത്തിനകത്ത് ഇത്തരം ഒരു ദുരനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പരാതി ബോധിപ്പിക്കാൻ എത്തുന്ന സമയത്ത് ഉണ്ടാവുന്ന ദുരനുഭവവും വളരെ ഭീകരമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മുൻ അനുഭവം പോലീസിൽ പരാതി കൊടുത്തതായിട്ടുള്ള വാർത്തകളുണ്ട്. അന്ന് കൃത്യമായ നടപടി എടുക്കുകയായിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് ഒഴിവാക്കുകയെങ്കിലും ചെയ്യാമായിരുന്നു.
അല്ല അരുൺ, നമ്മുടെ സോഷ്യൽ ഈവിൾസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെടുക്കുന്ന മുൻകരുതലുകൾ കാലാകാലത്തേക്കുള്ള എല്ലാ തരത്തിലുള്ള കുറ്റകൃത്യങ്ങളെയും ഇല്ലാതാക്കും എന്നുള്ള വാദങ്ങൾക്കകത്ത് കഴമ്പില്ല. ഈ പറയുന്ന ഞാനിന്ന് മുകേഷ്, നമ്മുടെ നടൻ മുകേഷും കൊല്ലം MLA-യുമായിട്ടുള്ള ആള്, അദ്ദേഹം പിന്നെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ ഒരു ആർട്ടിക്കിൾ ഞാൻ ഓൺലൈൻ മീഡിയയിൽ വായിച്ചു. ഈ കേസിനകത്ത് പ്രതിയെന്ന് സംശയിക്കപ്പെടുന്ന ഒരാള് മുൻപ് അദ്ദേഹത്തിന്റെ ഡ്രൈവറായിരുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പൊ ഞാൻ എന്റെ സംശയം അതല്ല, ഇത്തരം ഒരു ട്രാക്ക് റെക്കോർഡുള്ള ഒരു മനുഷ്യന് വീണ്ടും തന്റെ ഡ്രൈവറായിട്ട് അപ്പോയിന്റ് ചെയ്യത്തക്ക രൂപത്തിലേക്ക് നമ്മൾ ഈ കേസിനകത്ത് പറയപ്പെടുന്ന നടി അവരുടെ ഒരു ഡ്രൈവറായിട്ട് ഇയാളെ വീണ്ടും നിയമിക്കുന്നതിനകത്തുള്ള സാങ്കത്യം എന്താണ്? അത് മാത്രമല്ല, നമ്മുടെ ചില ഇടതുപക്ഷ മാധ്യമങ്ങൾ പോലും ഈ ഡ്രൈവറും നടിയും തമ്മിലുള്ള ബന്ധം അന്വേഷിക്കണം എന്നുള്ള രൂപത്തിലേക്കുള്ള അസംബന്ധജടിലമായിട്ടുള്ള വാർത്തകൾ പടച്ചുവിടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനം നടന്നുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളിലാണ് നമ്മൾ രണ്ടുപേരും വിഷയം ചർച്ച ചെയ്യുന്നത്. അപ്പം അത്തരം ദുരൂഹമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഒരു കോമൺ സെൻസിന് മനസ്സിലാവാത്ത രൂപത്തിലുള്ള കാര്യങ്ങൾ ഇതിനകത്ത് അന്തർലീനമായിരിക്കുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് വെച്ചാൽ വളരെ കൃത്യമായിട്ട് വളരെ റൂട്ട് ലെവലിൽ വളരെ വേരുകളിൽ നിന്ന് നമ്മൾ ചികിത്സ തുടങ്ങേണ്ടതുണ്ട്. നമ്മുടെ പ്രൈമറി ക്ലാസ്സുകൾ തൊട്ട് അംഗൻവാടി തൊട്ട് LKG ലെവൽ തൊട്ട് നമ്മൾ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വേർതിരിച്ചിരുത്തുകയും ശാസ്ത്രീയമായിട്ടുള്ള ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കാത്ത രൂപത്തിലുള്ള ഒരു അക്കാദമിക് കരിക്കുലമൊക്കെയാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലുള്ളത്. അത്തരം കാര്യങ്ങൾക്കകത്തൊക്കെ തന്നെ ഒരു പൊളിച്ചെഴുത്ത് ആവശ്യമാണ്. ഒരു സഹജീവി എന്നുള്ള രൂപത്തിലുള്ള, എതിർലിംഗത്തിലുള്ള മനുഷ്യജീവി എന്നുള്ള രൂപത്തിലുള്ള ബഹുമാനവും ആദരവും പരിഗണനയും നമ്മുടെ സ്ത്രൈണതയ്ക്കും സ്ത്രീത്വത്തിനും കൊടുത്തുകൊണ്ട് വളരുന്ന ഒരു സമൂഹത്തെ, ഒരു വിദ്യാർത്ഥിത്വത്തെ, ഒരു യുവതയെ, ഒരു കൗമാര ഗ്രൂപ്പിനെയൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് നമ്മുടെ സാമൂഹ്യ മനസ്സാക്ഷി, നമ്മുടെ പൊതുബോധമൊക്കെ മാറുന്ന, ആക്രമിക്കപ്പെടുന്നതിന് മുൻപുള്ള സംരക്ഷണവുമാണ് വേണ്ടത്. അല്ല, അതിനകത്തൊരു സംശയമില്ല. അപ്പൊ താങ്കൾ ഈ സൂചിപ്പിച്ച കാര്യത്തിനകത്ത് തന്നെ ഇത് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും കന്നഡ ഭാഷയിലും ഒക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്ന, ലൈവായി കത്തി നിൽക്കുന്ന ഒരു സിനിമാ താരമാണ് ഈ കേസിനകത്ത് പെട്ടത് എന്നുള്ളത് കൊണ്ടാണ് അരുണ് പോലും ഇന്നത്തെ ദിവസത്തെ ചർച്ചക്കെടുത്തതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇവിടെ ഇപ്പൊ ഇന്നത്തെ ദിവസം തന്നെ സോഷ്യൽ മീഡിയയിൽ പല രൂപത്തിലുള്ള പോസ്റ്റുകൾ കണ്ടു. 7 വയസ്സുകാരിയായിട്ടുള്ള ഒരു പെൺകുട്ടി ഒരു പൂജാരിയാൽ പീഡിപ്പിക്കപ്പെട്ടു. ജനനേന്ദ്രിയത്തിൽ നിന്നും രക്തസ്രാവം നിലയ്ക്കാൻ വേണ്ടിയിട്ട് പഞ്ഞി വെച്ച് അടച്ചു എന്നുള്ള രൂപത്തില് ഞാൻ ഏതെങ്കിലും സമുദായത്തെ മതത്തെ കുറ്റപ്പെടുത്തുകയല്ല, നമ്മുടെ മദ്രസകൾക്കകത്ത് തന്നെ, മുസ്ലിം സമുദായത്തിന്റെ മദ്രസകൾക്കകത്ത് നിന്ന് ഈ രൂപത്തിലുള്ള പീഡന വാർത്തകൾ നമ്മൾ നിരന്തരം മാധ്യമങ്ങളിലൂടെ കേൾക്കുന്നതാണ്. അപ്പൊ ഇന്ന് താങ്കൾ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരും മാധ്യമങ്ങൾ ഇതിൽ വാർത്തയാക്കാൻ വേണ്ടി കാര്യം, ഇതിന്റെ ഈ പറയുന്ന ഒരു സംഭവത്തിന്റെ ഇരയുടെ പക്ഷത്ത് നിൽക്കുന്നത് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സിനിമാ നടിയാണ് എന്നുള്ളതുകൊണ്ടാണ്. ഇത് സാധാരണക്കാരിയായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട കുടുംബത്തിലെ 3 നേരം ഭക്ഷണം പോലും കഴിക്കാൻ ശേഷിയില്ലാത്തൊരു കുടുംബത്തിലെ പെൺകുട്ടിയായി കഴിഞ്ഞാൽ ഇതിന് ഈ രൂപത്തിലുള്ള ഒരു മീഡിയ ഹൈപ്പ് കിട്ടുമായിരുന്നില്ല. പിണറായി വിജയൻ എന്നുള്ള മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടുമായിരുന്നില്ല. കേരളത്തിന്റെ DGP എന്ന് പറയുന്ന പോലീസിന്റെ ഹെഡായിട്ടുള്ള മനുഷ്യൻ 24 മണിക്കൂറിനകം ഞങ്ങൾ പ്രതികളെ പിടിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുമായിരുന്നില്ല. ആ കാര്യങ്ങൾ ആണെങ്കിലും ഒക്കെ ചിന്തിക്കുമ്പോൾ ഈ രീതിയിൽ ആളുകളുടെ വലിപ്പച്ചെറുപ്പം നോക്കിയാണോ റിപ്പോർട്ട് ചെയ്തതെന്ന് എനിക്കൊരു സംശയമുണ്ട്. അല്ല, തീർച്ചയായിട്ടും കേരളത്തിലെ മാധ്യമങ്ങൾക്കകത്ത് ഇതിനകത്ത് വളരെ രൂപത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ ഉണ്ട് എന്നുള്ള കാര്യത്തിനകത്ത് അരുൺ എന്നോട് തർക്കിച്ചാലും, ഇതിപ്പോ നമ്മൾ ഒരു പബ്ലിക് ചാനൽ ചർച്ചയിലായതുകൊണ്ട് ഞാൻ അരുണിനെ വ്യക്തിപരമായിട്ട് ഇതിനകത്ത് ഡിഫെൻഡ് ചെയ്യാനില്ല. പക്ഷേ നമ്മളൊരു സ്വകാര്യ സംഭാഷണത്തിനകത്തേക്ക് അരുൺ വരികയാണെങ്കിൽ ഞാൻ അതിന് 100 കണക്കിന് ഉദാഹരണങ്ങൾ കാണിക്കാം. ഈ രൂപത്തിൽ ലൈം ലൈറ്റിൽ നിൽക്കുന്ന മനുഷ്യർക്ക് ഉണ്ടാവുന്ന ബിറ്റർ എക്സ്പീരിയൻസസ് മാത്രമാണ്. ഇപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ ഒരു പ്രമുഖമായിട്ടുള്ള ഇടതുപക്ഷ ചാനൽ അവര് വിട്ടിട്ടുള്ള വാർത്തകളുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഖേദപ്രകടനം നടത്തേണ്ടായി. ആ ഖേദപ്രകടനത്തിന് കാരണം റീമ കല്ലിങ്ങൽ എന്ന് പറയുന്ന മറ്റൊരു സെലിബ്രിറ്റി ആയിട്ടുള്ള നടി ആ ചാനലിനെതിരെ അധിക്ഷേപ വർഷവും അസഭ്യവർഷവും കൊണ്ട് അവർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് വായിച്ചതിന് ശേഷം അല്ലെങ്കിൽ ആ പോസ്റ്റ് വൈറലായതിനു ശേഷമാണ് കേരളത്തിലെ ഒരു പ്രമുഖ ഇടതുപക്ഷ മാധ്യമമായിട്ടുള്ള ഒരു ചാനല് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അവർ നൽകിയിട്ടുള്ള വാർത്തകൾ പിൻവലിക്കുകയും അതിന് അതിനകത്ത് ഖേദപ്രകടനം നടത്തുകയും ചെയ്തു. അപ്പം ഇരകളെ വീണ്ടും ഇരകളാക്കുന്ന രൂപത്തിലുള്ള അല്ലെങ്കിൽ ഇരകളെ വീണ്ടും പീഡിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു മാധ്യമ സംസ്കാരം മലയാളത്തിലെ ഞാൻ ഓൺലൈൻ എന്ന് പറയാൻ കാര്യം പുതിയ കാലത്തെ മാധ്യമങ്ങൾ ഓൺലൈൻ മീഡിയാസ് ആണെന്നുള്ളതുകൊണ്ടാണ്. അപ്പം ഈ പറയുന്ന സൈബർ പത്രങ്ങളും ഓൺലൈൻ പത്രങ്ങളും ഒക്കെ തന്നെ ഉൾപ്പെടുന്ന ചാനലുകൾ ഉൾപ്പെടുന്ന പ്രിന്റ് മീഡിയ ഉൾപ്പെടുന്ന ആ ഒരു വിഭാഗം ഇരകളെ വീണ്ടും ഇരകളാക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രവണതയുണ്ട് എന്നുള്ളത്
നമുക്ക് അപമാനകരമായിട്ടുള്ള നമ്മുടെ ഒരു മീഡിയ ടെൻഡൻസിയാണ്. അതിനകത്ത് അതിശയോക്തിയൊന്നുമില്ല, അതൊരു വസ്തുതയാണ്, യാഥാർത്ഥ്യമാണ്. നമുക്കതിനെ ആ നിലക്ക് തന്നെ അംഗീകരിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. താങ്ക് യു അരുൺ, താങ്ക് യു.